ഇന്ന് നമ്മൾ ഒരു ഊട്ടി ട്രിപ്പ് പോകുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. സൂഫി ട്രാവലോഗ്സിന്റെ പാക്കേജ് ആണ് നമ്മുടെ വണ്ടി ഇന്ന് പോകുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പിള്ളേരെയും കൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പൂത്തിരി എല്ലാം കത്തിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് എടുത്തത്. എല്ലാ പൂത്തിരിയും കത്തിക്കാൻ കഴിഞ്ഞില്ല, കാരണം മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. അങ്ങനെ നമ്മൾ ട്രിപ്പ് എടുത്ത് പോണ വഴിക്ക് പള്ളിയിൽ കയറാൻ ടൈമായപ്പോൾ പള്ളിയിൽ നിർത്തിയതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നേരം വെളുത്തപ്പോഴേക്കും ഏകദേശം നിലമ്പൂരൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ എത്തിട്ടോ. നമ്മൾ ചെറിയൊരു ചാറ്റൽ മഴയും ചെറിയൊരു കോടയും ആ ഒരു ഫോറസ്റ്റിന്റെ ആ ഒരു വൈബും ഒരു പ്രത്യേകതരം ഭംഗി, ഒരു പ്രത്യേകതരം ഫീലും എല്ലാം കൊണ്ട് ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ കാണുന്നത് നമ്മൾ നാടുകാണി ചുരം കയറുന്നതാണ് കേട്ടോ. നാടുകാണി ചുരത്തിൽ നമ്മുടെ ആ മഴ ഫുള്ള് മഴ തന്നെയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നല്ലോണം, ഇടയ്ക്ക് ചെറുതായിട്ട് പെയ്യും. അപ്പോൾ തന്നെ രാവിലെ നല്ലൊരു കോടയും നല്ലൊരു തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഊട്ടിയിൽ പോയവർക്ക് വേണേലും രാവിലത്തെ ഒരു ക്ലൈമറ്റ് നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. ഈ ഒരു ട്രിപ്പിനെ 1 വീക്ക് മുന്നേ ഞാൻ ഇതേപോലെ ഒരു ഊട്ടി കൂടെ വന്നതാണ് കേട്ടോ. അന്ന് ഈ ഒരു ക്ലൈമറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അന്ന് ചെറിയ തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു കോട ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നൊരു ഫാമിലി ട്രിപ്പാണ് ഞങ്ങൾ അന്ന് പോയത്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ എത്തിട്ടോ. ഗൂഡല്ലൂർ ടൗണിൽ നിന്നാണ് നമ്മൾ തിരിയുക. നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മൈസൂരും, റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഊട്ടിയാണ്. നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു. പിന്നെ ഈ കാണുന്ന സ്ഥലം നമ്മൾ സൂയിസൈഡ് പോയിന്റ് എത്തുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സ്ഥലമുണ്ട്. കുറെ വണ്ടി വോക്കലൊക്കെ ഇട്ടിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഇത് നമ്മൾ ആ സൂയിസൈഡ് പോയിന്റിൽ വണ്ടി നിർത്തി അങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ. ആ കാണുന്നതാണ് സൂയിസൈഡ് പോയിന്റ്, അവിടേക്ക് നമുക്ക് നടന്നു പോകണം. പിന്നെ ഇത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ആ ഒരു റോഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇത്. ജസ്റ്റ് ഇനി നമുക്ക് സൂയിസൈഡ് പോയിന്റിലോട്ട് പോയിട്ടുള്ള ആ ഒരു വ്യൂ കാണിച്ചത്. ഇതാണ് കേട്ടോ സൂയിസൈഡ് പോയിന്റിലോട്ട് വന്നിട്ടുള്ള ആ ഒരു വ്യൂ. നമ്മളെ വണ്ടി അതാ ഈ കാണുന്നതാണ് നമ്മളെ വണ്ടി. അവിടെ നിന്നാണ് നേരത്തെ എടുത്ത ഒരു വീഡിയോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതൊരു മലയുടെ കുറെ സൈഡ് ഉണ്ട് കേട്ടോ. അതാ നേരെ കാണാൻ ആ സൈഡിലോട്ട് നമുക്ക് അവിടേക്കും കുറച്ച് നടന്നു പോകണം കേട്ടോ. അവിടേക്കാണ് കേട്ടോ മെയിൻ സ്ഥലം. അങ്ങനെ നമ്മൾ അവിടേക്ക് നടന്ന് പോവാണ് കേട്ടോ. ഇതാണ് നടന്നു പോണ സ്ഥലം. കുറച്ച് നടക്കാൻ ഒത്തിരി ഉണ്ട്. അങ്ങനെ നടന്നു വന്ന് അവസാനം എത്തുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ. ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഊട്ടിയിലെ സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സൂയിസൈഡ് പോയിന്റ് വേറെയും കുറെ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഇതാണ് ഊട്ടിയിലെ സൂയിസൈഡ് പോയിന്റ്. പിന്നെ ഇതാണ് കേട്ടോ പൈക്കര ഡാം എന്ന് പറയുന്നത്. പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പോണവർക്ക് വേണേൽ പോവാം. നമ്മളവിടെ പോയിട്ടില്ല. പിന്നെ ഈ ഒരു സ്ഥലം മസനഗുഡി വഴി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് വന്ന് ചാടുക. അതിലേ വരുമ്പോൾ ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്ന് ചാടുകയാണ് ചെയ്യുക. പിന്നെ ടീ ഫാക്ടറിയിലാണ് പിന്നെ നമ്മൾ പോയത്. ഇതിനിടയ്ക്ക് നമ്മൾ പൈൻ ഫോറസ്റ്റിലൊന്ന് പോയിരുന്നു. പിന്നെ ടീ ഫാക്ടറി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വന്നിട്ടോ. അതാണ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ പാർക്കിംഗ് ആണത്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയില്ല കേട്ടോ നമ്മൾ. പിന്നെ തിരിച്ചു വരുമ്പോൾ നല്ല കോടയായിരുന്നു കേട്ടോ. റോഡ് നിറയെ കോടയായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ എല്ലാ സ്ഥലവും കാണിച്ച് തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ തണുപ്പും പിന്നെ നടക്കാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ടും നമ്മൾ എല്ലാ സ്ഥലത്തും പോയില്ല കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിലും പൈൻ ഫോറസ്റ്റിലേക്കൊന്നും നമ്മൾ പോകാൻ നിന്നില്ല. നമ്മൾ വണ്ടിയിലൊന്ന് കിടന്നുറങ്ങി. നമ്മൾ രാത്രി പോരുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് നമ്മളൊന്ന് കിടന്നുറങ്ങി.